എല്ലാവർക്കും നമസ്കാരം. രാമായണം കത്തിക്കണം, ശൂദ്രമേധ സംസ്കാരം കൊണ്ടുവരാൻ വേണ്ടിയാണ് രാമായണ മാസം സംഘപരിവാർ കൊണ്ടുവരുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞവർ ഇപ്പോൾ രാമായണ പ്രഭാഷണവുമായി നടക്കുകയാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ മുൻ വർഷങ്ങളിൽ രാമായണ പ്രഭാഷണങ്ങൾ നടത്തിക്കഴിഞ്ഞു. രാമായണമാസ ആചരണം ആഹ്വാനം ചെയ്യുന്നത് 1982 എന്തായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു? ഒരു ആഹ്വാനത്തിനുള്ള സാവകാശം എന്തായിരുന്നു? സാഹചര്യം എന്തായിരുന്നു? പശ്ചാത്തലം എന്തായിരുന്നു? അത് ഇത്ര കാലം കഴിഞ്ഞപ്പോഴെല്ലാവരും ഒന്ന് അറിയുന്നത് നല്ലതാണ്, അറിയുന്നവർ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. 1981 തമിഴ്നാട്ടിൽ മീനാക്ഷിപുരം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് 1000-ഓളം ഹിന്ദുക്കൾ മുസ്ലിങ്ങളായി മതപരിവർത്തനം നടത്തി എന്ന ഒരു വലിയ വാർത്ത ഒരു ദിവസം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. രാജ്യത്തുള്ള എല്ലാ ആൾക്കാരും, മതപരിവർത്തനത്തിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും സർക്കാരും അടക്കം ആ വാർത്ത കേട്ട് ഞെട്ടി. ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് സർക്കാർ തലത്തിൽ അന്വേഷിച്ചു. BJPയുടെ നേതാക്കൾ വാജ്പേയിയുടെ നിർദ്ദേശാനുസരണം അദ്ദേഹം തന്നെ വരികയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തു എന്താണ് അവിടെ നടന്നത് എന്നറിയാൻ. RSSന്റെ പ്രവർത്തകരും അവിടെ നടന്നത് എന്താണ് എന്ന് അറിയാൻ ഉത്സുകരായിരുന്നു. കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് അതൊരു സുപ്രഭാതത്തിൽ പൊട്ടിവിരിഞ്ഞ അപ്രതീക്ഷിതമായി നടന്ന ഒന്നല്ല. മാസങ്ങളായി ഇങ്ങനെ ഒരു ബോംബ് പൊട്ടിക്കാൻ ഉള്ള ശ്രമം, പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ വലിയ കാറുകളിൽ ആൾക്കാർ അവിടെ വന്നു പോയിക്കൊണ്ടിരുന്നു. ആ പ്രദേശത്ത് അപരിചിതരായ ധാരാളം ആൾക്കാർ വരികയും പോവുകയും ചെയ്തത് ആ നാട്ടിലെ സാധാരണ ജനങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല. എന്തിനാണ് അവർ വരുന്നതെന്നോ ആരെയാണ് അവർ കാണുന്നതെന്നോ അവരെവിടുന്ന് വരുന്നവരാണെന്നോ ഒന്നും അത് തന്നെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ എന്നുള്ള മട്ടിൽ എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കിയിരുന്നു. മാസങ്ങളായി ഇങ്ങനെ തലക്കെട്ടുകാരും താടിക്കാരും അവിടെ വന്നു പോയതിനെക്കുറിച്ച് ആരും കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല. അങ്ങനെ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊരു വലിയ വാർത്താ വിസ്ഫോടനം ഉണ്ടായത്. എന്തായിരുന്നു എന്നാൽ അവിടെയുള്ള ഹിന്ദുക്കളെ മതം മാറ്റാൻ പണം കൊടുത്ത് പ്രലോഭിപ്പിച്ച് ഈ 1000-ഓളം ആൾക്കാരുടെ ഇടയിൽ സ്വാധീനമുള്ള 5-10 പേരെ സ്വാധീനിച്ച് അവർക്ക് വലിയ തോതിൽ പണം നൽകി, വിദേശ ഫണ്ടോടു കൂടി സഹായങ്ങൾ ഒക്കെ നൽകി അവരെ പ്രലോഭിപ്പിച്ചും നിർബന്ധിച്ചും ഒക്കെ പറഞ്ഞു പറ്റിച്ചും ഒക്കെ ആയിരുന്നു മതം മാറ്റിയത്. അങ്ങനെ മതം മാറ്റപ്പെട്ട ഈ വാർത്ത കേട്ടപ്പോൾ വലിയ അന്വേഷണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. അവർ ചതിക്കപ്പെട്ടതാണെന്ന് മനസ്സിലായി. ഹിന്ദുക്കൾ കൊള്ളരുതാത്തവരാണെന്ന് നാളുകളായി അവരെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. ഹിന്ദുത്വം എന്ന് പറയുന്നത് ഏറ്റവും നികൃഷ്ടമായ ഒന്നാണ് എന്ന് അവിടെയുള്ള ആൾക്കാരെ, സാധാരണ ഹിന്ദുക്കളെ ഈ പുറത്തുനിന്ന് വന്ന വലിയ കാശുകാർ പറഞ്ഞ് അവരുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയാണ് അവരെ ഈ നിലയിൽ മതം മാറ്റ കച്ചവടം നടത്തിയത് എന്ന് മനസ്സിലായി. അപ്പോൾ സംഘത്തിൻ്റെ നേതൃത്വം ഒരു കാര്യം ആലോചിച്ചു. ബാക്കിയൊക്കെ സർക്കാരിൻ്റെ വിഷയങ്ങളാണല്ലോ. സംഘ നേതൃത്വം ഒന്ന് ആലോചിച്ചു, ഇങ്ങനെയാണെങ്കിൽ ഹിന്ദു സമൂഹത്തിലൊരു അവബോധം, വലിയ ഒരു അവബോധം സൃഷ്ടിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ ഹിന്ദു വിരുദ്ധ പ്രചാരണങ്ങളുടെ ആഴം എത്രയാണെന്ന് മനസ്സിലാക്കുകയും അതിനെതിരെ ഒരു ആത്മാഭിമാനമുള്ള ഹിന്ദു ജനത ഉയർന്നു വരികയും ചെയ്യേണ്ടതാണ് RSSന് പുറത്ത് സാമാന്യ ഹിന്ദുക്കളുടെ ഇടയിൽ എന്ന് ബോധ്യമാവുകയും രാജ്യമെമ്പാടും വലിയ ഹിന്ദു സമ്മേളനം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് വിരാട ഹിന്ദു സമ്മേളനം എന്ന പേരിൽ രാജ്യമെമ്പാടും വലിയ സമ്മേളനങ്ങളൊക്കെ നടത്തി. ഡൽഹിയിലും നടത്തി. ഡോക്ടർ കരൺ സിംഗ് ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ, അന്നത്തെ ഡൽഹിയിലെ വിരാട ഹിന്ദു സമ്മേളനത്തിൻ്റെ. അങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കുകയും കേരളത്തിലും അതിൻ്റെ ഭാഗമായി വിശാല ഹിന്ദു സമ്മേളനം എന്ന പേരിൽ നടത്താൻ തീരുമാനിച്ചു. ഇവർ ഈ പ്രചാരണമൊക്കെ നടന്ന് മാസങ്ങളോളം ഹിന്ദുക്കളുടെ പ്രചാരണം നടന്നപ്പോൾ
ഈ 1000-ഓളം പേര് ഇസ്ലാം മതം സ്വീകരിച്ചതിൽ 900-ലധികം പേരും തിരിച്ചു വന്നു. കാശ് വാങ്ങിയവരും ചതിയിൽപ്പെട്ടവരും കുടുങ്ങിപ്പോയവരും മാത്രം വിരലിലെണ്ണാവുന്നവരൊഴിച്ച് ബാക്കി ഹിന്ദുക്കൾ മുഴുവൻ വീണ്ടും പുനഃപരിവർത്തനം നടത്തുകയും അവർ ഘർവാപ്പസി നടത്തി വീണ്ടും ഹിന്ദുക്കളായി മാറുകയും ചെയ്തു. അവിടെ കൊണ്ട് ആ പ്രശ്നം അവസാനിപ്പിക്കാനായിരുന്നില്ല RSS തീരുമാനിച്ചത്. എന്നുവെച്ചാൽ അവരെ നേരിടുക എന്നുള്ളതല്ല, അതിന് പകരം ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു അവബോധവും ആത്മാഭിമാനവും സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ വിരാട ഹിന്ദു സമ്മേളനങ്ങളൊക്കെ തീരുമാനിച്ചതും കേരളത്തിൽ വിശാല ഹിന്ദു സമ്മേളനം നടത്താൻ തീരുമാനിച്ചതും. അങ്ങനെ തീരുമാനിക്കുകയും 1982 ഫെബ്രുവരി മാസം അതിൻ്റെ ആദ്യത്തെ ഒരു ആലോചനാ യോഗം RSSന്റെ സംസ്ഥാന കാര്യാലയത്തിൽ എറണാകുളത്ത് കൂടി. അവിടെ വെച്ചൊരു ചെറിയ ടീമിനെ തീരുമാനിച്ചു. അവരെല്ലാവരും കൂടി ചേർന്ന് ഫെബ്രുവരി 21 ഒരു ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ ഒരു മീറ്റിംഗ് കൂടി ഒരു കമ്മിറ്റിയെ തീരുമാനിച്ചു. ആ കമ്മിറ്റിയുടെ പ്രസിഡന്റായി MKK നായർ IAS അദ്ദേഹത്തിനെ അധ്യക്ഷനാക്കി. ഉപാധ്യക്ഷനാക്കി വെച്ചത് ഈ ഹിന്ദു ജാതീയതയുടെ പേരിൽ ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാനും വിലക്കെടുക്കാനുമായിരുന്നല്ലോ ശ്രമിച്ചത്. അതുകൊണ്ട് കേരളത്തിലുള്ള എറണാകുളം ജില്ലയിലുള്ള പിന്നോക്ക സമുദായം എന്ന് പറയപ്പെടുന്ന, അങ്ങനൊരു സമുദായമില്ല, മുന്നോക്ക സമുദായവുമില്ല, പിന്നാക്കം എന്ന് പൊതുസമൂഹത്തിൽ പറയപ്പെടുന്ന വിഭാഗത്തിൽ ജനിച്ച ശ്രീമാൻ കുഞ്ഞോൽ മാഷ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ പത്മശ്രീ കിട്ടി. പത്മശ്രീ കുഞ്ഞോൽ മാഷിനെ അന്നതിൻ്റെ വൈസ് പ്രസിഡന്റാക്കി നിശ്ചയിച്ചു. ജനറൽ സെക്രട്ടറി ആയിട്ട് ശ്രീനാരായണ ഗുരുദേവന്റെ പരമ്പരയിലും ഗുരുദേവൻ നേരിട്ടെത്തിയിട്ടുള്ള ഒരു കുടുംബത്തിലെ ഒരാളുമായ ജില്ലാ ജഡ്ജിയായി പിരിഞ്ഞ ശ്രീ AR ശ്രീനിവാസനെ ജനറൽ സെക്രട്ടറി ആയിട്ടും ഒക്കെ നിശ്ചയിച്ചുകൊണ്ടാണ് ഈ കമ്മിറ്റിയെ തീരുമാനിച്ചത്. അത് ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ BTHൽ വെച്ച് നടത്തി. അതിനുശേഷം മാർച്ച് മാസം അതിൻ്റെ സ്വാഗത സംഘം യോഗം ഉദ്ഘാടനം നടത്തുകയും പതാക ഉയർത്തുകയും ചെയ്തു വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ മുന്നോടിയായി. അതിനായിട്ട് ക്ഷണിച്ചു കൊണ്ടുവന്ന തമിഴ്നാട്ടിൽ ഈ പറയുന്നത് പോലെ തന്നെ ഹരിജൻ വിഭാഗം എന്ന് പറയപ്പെടുന്ന സമൂഹത്തിൽ ജനിച്ച് ആത്മീയ ആചാര്യനായി മാറിയ കുപ്പുസ്വാമി എന്ന് പറയുന്ന അദ്ദേഹത്തിനെ ക്ഷണിച്ചു കൊണ്ടുവരികയും വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. അതിനുശേഷം വലിയ ആലോചനകളും പ്രവർത്തനങ്ങളും നടത്തി. ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ വരും എന്ന് പൊതുവെ എല്ലാവർക്കും ബോധ്യമായി. എല്ലാ വിഭാഗത്തിലും പെട്ട ഹിന്ദു നേതാക്കന്മാർ അതിനെ ആശീർവദിച്ചു, അനുഗ്രഹിച്ചു, ആശംസകൾ അറിയിച്ചു. അവരുടെ എല്ലാം പങ്കാളിത്തം അവർ ഉറപ്പു നൽകി. അങ്ങനെ ഇതൊരു വലിയ ഹിന്ദു സമ്മേളനമായി, ഹിന്ദു സ്വാഭിമാന സമ്മേളനമായി മാറാൻ പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുമെല്ലാം, മുസ്ലിങ്ങളല്ല, കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അതിൽപ്പെട്ട ഹിന്ദു നാമധാരികളായ ആൾക്കാർ വിശാല ഹിന്ദു സമ്മേളനത്തിനെതിരെ വലിയ പ്രചാരണം നടത്തി. അവർ നുണപ്രചാരണങ്ങൾ നടത്തി, പ്രസംഗങ്ങൾ നടത്തി. എറണാകുളം ജില്ല മുഴുവൻ പ്രസംഗിച്ചു. വിശേഷിച്ച് ഒരു കോൺഗ്രസ് നേതാവ് തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കഴിഞ്ഞും മത്സരിച്ച് കോൺഗ്രസ് നേതാവ് തന്നെ എറണാകുളം ജില്ല മുഴുവൻ നടന്ന് പ്രസംഗിച്ചു. ഇത് കുഴപ്പമാണ്, സവർണാധിപത്യം കൊണ്ടുവരാനാണ്, ആരും സഹകരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെ മുഖ്യ സംഘാടകരായി സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് P. മാധവജി, P. പരമേശ്വർജിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മാധവജി കുഞ്ഞോൽ മാഷെ തന്നെ ഈ നുണപ്രചാരണങ്ങൾക്കെതിരെ മറുപടി പറയാൻ നിയോഗിക്കുകയും കുഞ്ഞോൽ മാഷ് എറണാകുളത്തെ പ്രധാന കേന്ദ്രങ്ങളിൽ മുഴുവൻ പോയി ഈ പരിപാടിയുടെ പ്രധാന കാര്യങ്ങളെ സംബന്ധിച്ചും നുണപ്രചാരകന്മാരുടെ നുണകളെ സംബന്ധിച്ചും കൃത്യമായ വ്യക്തമായ മറുപടികളൊക്കെ പറഞ്ഞു. പത്രങ്ങളിലൊക്കെ വലിയ വാർത്തകളൊന്നും ആദ്യം വന്നില്ല. പക്ഷേ ഈ 1982 ഏപ്രിൽ 4-5 തീയതികളിൽ എറണാകുളത്ത് അപ്രതീക്ഷിതമായി മറ്റാരും പ്രതീക്ഷിക്കാത്ത മട്ടിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ഒഴുകിയെത്തി. എറണാകുളം മഹാരാജാസ് കോളേജിൽ ഗ്രൗണ്ടിൽ നടന്ന ആ പരിപാടിയിൽ ഗ്രൗണ്ടിൽ കുറച്ചു പേർക്ക് ആ ഗ്രൗണ്ട് നിറച്ച ആൾക്കാർ കയറി. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം MG റോഡിലും മറ്റ് പ്രധാന വീഥികളിലുമായിട്ട് നിറഞ്ഞു നിൽക്കേണ്ടി വന്നു. കാരണം അത്രയും ലക്ഷം ആൾക്കാരെ കൊള്ളാനുള്ള സ്ഥലം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിനില്ലായിരുന്നു. അത്രയും പേര് വരുമെന്ന് സംഘാടകർ പോലും ആദ്യം പ്രതീക്ഷിച്ചില്ല. അങ്ങനെ വന്നു. ഒരു അലങ്കോലവും ഇല്ലാതെ സുന്ദരമായി സമ്മേളനം നടക്കുകയും ആ സമ്മേളനത്തെ സ്വാമി ചിന്മയാനന്ദ സ്വാമി, പേജാവർ മഠാധിപതിയായിട്ടുള്ള വിശ്വേശ്വര തീർത്ഥ, ഡോക്ടർ കരൺ സിംഗ് തുടങ്ങിയവർ, കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള
പാലിയം സമരത്തിൻ്റെ നേതാവ്, പാലിയം സമരമെന്നും പാലിയം വിപ്ലവമെന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നില്ലേ, അത് അവർ തട്ടിയെടുത്തതാണ്. അതിൻ്റെ യഥാർത്ഥ സമര നായകൻ PK ഡീവർ ആയിരുന്നു, നവോത്ഥാന നായകനായിട്ടുള്ള PK ഡീവർ. ആ PK ഡീവറും അടക്കമുള്ളവർ ഈ പരിപാടികളിൽ പ്രസംഗിച്ചു. വലിയ ഗോപുരം പോലെ ഉണ്ടാക്കിയ വേദിയിൽ നമ്മുടെ നവോത്ഥാന നായകരായ ആചാര്യന്മാരുടെ മുഴുവൻ പടങ്ങൾ അണിനിരത്തിക്കൊണ്ടായിരുന്നു പ്രസംഗവേദി തയ്യാറാക്കിയത്. ആ പ്രസംഗങ്ങളെല്ലാം നടത്തി പരമേശ്വർജി എഴുതിയ അന്ന് വിശാല ഹിന്ദു സമ്മേളനത്തിലെ ഈ ഘോഷയാത്രയിൽ വിളിക്കാൻ വേണ്ടി എഴുതിയ പാട്ടാണ് ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്ന് പറയുന്ന ആ പാട്ട്. അന്ത്യജൻ അഗ്രജൻ ഇല്ലിവിടെ, വർഗം വർണ്ണം അരുതിവിടെ, സകലരും അമ്മയ്ക്കോമന മക്കൾ ബന്ധുക്കൾ നാം ഒന്നാണേ എന്ന് പറയുന്ന പാട്ടൊക്കെ പാടി കേരളത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ട ഹിന്ദുക്കൾ ഒന്നിച്ച് ഈ എറണാകുളം പട്ടണം നിറഞ്ഞ ആ പരിപാടി നടത്തി. ആ പരിപാടി വിജയിച്ചതിന് ശേഷം എല്ലാ പത്രങ്ങളും, ഇംഗ്ലീഷ് മലയാള പത്രങ്ങൾ മുഴുവൻ ആ പരിപാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ അച്ചടക്കത്തെക്കുറിച്ച് അതിൻ്റെ സംഘാടന മികവിനെക്കുറിച്ച് RSS വാളണ്ടിയർമാർ അതെങ്ങനെ സുന്ദരമായി അത് സമാധാനപരമായി ആ പ്രകടനവും പൊതുയോഗവും വിജയിപ്പിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒക്കെ ഇന്ത്യൻ എക്സ്പ്രസും ഒക്കെ അടക്കമുള്ള ഇംഗ്ലീഷ് പത്രങ്ങൾ ഉള്ളവർ അതിനെ ശ്ലാഘിച്ച് എഴുതുകയുണ്ടായി. പിന്നീട് എല്ലാ പത്രങ്ങളും എഴുതി, അവിടെ പ്രമേയങ്ങൾ പാസാക്കി. ആ പരിപാടി വലിയ വിജയമായി തീർന്നതിനെ തുടർന്ന് ഇനി എന്ത് എന്നാലോചിക്കാൻ വേണ്ടി വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ കമ്മിറ്റി സംഘാടക സമിതി ഗുരുവായൂരിൽ യോഗം ചേർന്നു. ആ യോഗത്തിൽ വെച്ചെടുത്ത തീരുമാനമാണ് ഇനി അങ്ങോട്ട് കർക്കടക മാസം രാമായണ മാസമായി ആചരിക്കണം എന്നുള്ള ആഹ്വാനം മുഴക്കാൻ തീരുമാനിച്ചു. ആഹ്വാനം മുഴക്കി. അതുവരെ കർക്കടക മാസം ഈ മഴയും ഇന്നത്തെ പോലെ പണിയും കൂലിയും വേലയൊന്നും ഇല്ല. മഴക്കാലത്ത് പട്ടിണിയാണ്. പാവങ്ങളുടെ വീടുകൾ മുഴുവൻ അർദ്ധപ്പട്ടിണിയും മുഴുപ്പട്ടിണിയായിരിക്കും. അതുകൊണ്ട് പഞ്ഞമാസം എന്നാണ് പറയുന്നത്. ആ പഞ്ഞമാസത്ത് എന്ന പേര് മാറ്റി രാമായണ മാസം എന്നാക്കി മാറ്റണമെന്ന് ആഹ്വാനം മുഴക്കി. ഇത് കേട്ടപ്പോൾ അതുവരെ എതിർത്ത കോൺഗ്രസ്സുകാരൊക്കെ പത്തി മടക്കി അവർ വാലും ചുരുട്ടി സ്ഥലം വിട്ടു. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് സഹിച്ചില്ല. കാരണം രാമായണ സംസ്കാരം തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നു. ആ രാമായണ അപ്പോൾ തിരുനെല്ലൂർ കരുണാകരൻ പ്രസംഗിച്ചു. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ പ്രസംഗിച്ചു. ശൂദ്രമേധ സംസ്കാരം തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നു RSS. ഇത് സവർണ മേധാവിത്വം കൊണ്ടുവരാൻ പോകുന്നു. രാമായണം കത്തിക്കേണ്ടതാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രസംഗം നടത്തി. അതിനുശേഷം അദ്ദേഹം ലേഖനം എഴുതി. ആ പ്രസംഗത്തിനെതിരെ പരമേശ്വർജി പ്രസ്താവന കൊടുത്തു. അതിനെതിരെ ദേശാഭിമാനിയിൽ തിരുനെല്ലൂർ കരുണാകരൻ നീണ്ട ലേഖനം എഴുതി. ലേഖനത്തിന് മറുപടിയായിട്ട് ജന്മഭൂമിയിൽ പരമേശ്വർജി ലേഖനം എഴുതി. അതിനെ വീണ്ടും ഖണ്ഡിച്ചുകൊണ്ട് തിരുനെല്ലൂർ കരുണാകരൻ വീണ്ടും ലേഖനം എഴുതി. അതിന് മറുപടിയായിട്ട് പരമേശ്വർജി വീണ്ടും ഇങ്ങനെ ഒരു ആശയയുദ്ധം, ഒരു സാംസ്കാരിക സംഘർഷം ഉണ്ടായി കേരളത്തിൽ. ആ സമയത്ത് ഒരു സാംസ്കാരിക സംഘർഷം തന്നെയായിരുന്നു നടന്നത്. ആ സംഘർഷമൊക്കെ കെട്ടടങ്ങി അവരുടെ വായടപ്പിച്ചു. രാമായണ മാസം അന്ന് തൊട്ട് നടന്നു പോരുകയാണ്. എന്തുകൊണ്ട് രാമായണം തെരഞ്ഞെടുത്തു എന്നുള്ളതും ആലോചനാ വിഷയമാണ്. അതിൻ്റെ കാരണം ഇന്നൊരു പത്രപ്രവർത്തകൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് രാമായണം തിരഞ്ഞെടുക്കാൻ കാരണം? അതിൻ്റെ കാരണം ഇതാണ്. ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലും ചെന്നിട്ടുള്ള ഒരു ഇതിഹാസ പുരുഷൻ്റെ പേര് രാമൻ എന്നുള്ളതാണ്. അത് നാട്ടിൻപുറങ്ങളിലും നഗരപ്രദേശങ്ങളിലും വനാന്തരങ്ങളിലും ഗുഹാന്തരങ്ങളിലും അടക്കം രാമനും രാമായണവും ചെന്നിട്ടുണ്ട്. അതാണ് ഒരു കാര്യം. രാമനാമം കേൾക്കാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും ഭാരതത്തിൽ എവിടെയും ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. ഇവിടെയാണ് രാമൻ വന്നത്, ഇവിടെയാണ് അവർ ജീവിച്ചത് എന്ന് പറയുന്ന ഓരോ സംസ്ഥാനത്തും അത്തരം കഥകളുണ്ട്. അങ്ങനെ രാമായണം എത്താത്ത ഒരിടമില്ല. അതാണ് രാമായണം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം, രാമായണം ഈ സാമൂഹിക സമത്വത്തിന് ഉള്ള ഏറ്റവും നല്ല ഉദാഹരണം രാമായണം തന്നെയാണ്.
ഈ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു പരത്തുന്നത് പോലെ ശൂദ്രമേധ സംസ്കാരമൊന്നും രാമായണത്തിലുള്ളതല്ല. അത് പിന്നീട് ഇവരെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാരെ പോലെയുള്ളവർ പണ്ടും ഉണ്ടല്ലോ, അവർ ഇതിൽ ചേർത്തതാണ്, ദുർവ്യാഖ്യാനം നടത്തി അതിൽ കൂട്ടിച്ചേർത്തതാണ് ഈ പറയുന്ന ഉത്തര രാമായണം. അങ്ങനെ ഒരു രാമായണം ഇല്ല. രാമായണം, വാൽമീകി രാമായണം എന്ന് പറയുന്നത് പട്ടാഭിഷേകത്തോടു കൂടി കഴിയുന്നതാണ്. എല്ലാ രാമായണവും അങ്ങനെയാണ്. ഉത്തര രാമായണം എന്നുള്ളത് പിന്നീട് ആരോ പ്രാകൃത കമ്മ്യൂണിസ്റ്റുകാർ എഴുതി ഉണ്ടാക്കിയതാണ്. ഏതായാലും സാമൂഹ്യ സമത്വം എന്നുള്ളത് വെറുതെ പറച്ചിലല്ല. ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട രാവണനും വിഭീഷണനും ഒക്കെ രാമായണത്തിലെ ഭാഗമാണ്. ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ട രാമൻ, പിന്നെ അതുപോലെയുള്ള എല്ലാ വർണ്ണങ്ങളും, അതുകൂടാതെ തന്നെയോ വനവാസി വിഭാഗങ്ങൾ, ഹനുമാനും ജാംബവാനും സുഗ്രീവനും ബാലിയും എല്ലാം വനവാസി വിഭാഗങ്ങൾ. മുക്കുവ വിഭാഗം, ഗുഹനും ഒക്കെ അടക്കമുള്ള മുക്കുവ വിഭാഗങ്ങൾ. ഇങ്ങനെ ഒരു സമൂഹത്തിലെ ഒരു ക്രോസ് സെക്ഷൻ, എല്ലാ വിഭാഗത്തിലും പെട്ടവർ ഒന്നിച്ച് അണിനിരക്കുന്ന, ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അണിനിരക്കുന്ന ഒരു ചരിത്രമാണ് രാമായണം പറയുന്നത്, ഒരു കഥയാണ് പറയുന്നത്. അങ്ങനെ പറയുന്നത് അത് മാത്രമല്ല, മനുഷ്യർ മാത്രമല്ല, പക്ഷികളും മൃഗങ്ങളുമൊക്കെ ഈ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ, സനാതന സംസ്കാരത്തെ പുനഃപ്രതിഷ്ഠിക്കുവാൻ വേണ്ടി പണിയെടുക്കുന്നതിൽ രാക്ഷസകുലത്തിൽ ജനിച്ചവരുണ്ട്, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവരുണ്ട്, മുക്കുവ കുലത്തിൽ ജനിച്ചവരുണ്ട്, വനവാസികളുണ്ട്, പക്ഷിമൃഗാദികളുണ്ട്. എല്ലാ ജീവജാലങ്ങളും ചേർന്ന് സനാതനധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാനുള്ള പ്രയത്നത്തിൽ പങ്കാളിയാവുന്ന ഒരു ചരിത്രം രാമായണത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് വേറെയില്ല. അതാണ് രാമായണം തിരഞ്ഞെടുക്കുവാനുള്ള രണ്ടാമത്തെ കാരണം. മൂന്നാമത്തേത്, ഭാരതീയ സംസ്കാരം നിലനിൽക്കുവാൻ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഒത്തിരി കാരണങ്ങളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാരണം കുടുംബസങ്കല്പമാണ്. ഭാരതത്തിൻ്റെ കുടുംബസങ്കല്പമാണ് ഭാരതീയ സംസ്കാരം നിലനിൽക്കാൻ കാരണം. ഈ കുടുംബസങ്കല്പത്തെ ഇത്രയും അധികം ശക്തിയായി സ്ഥാപിക്കുന്ന ഒരു ഇതിഹാസം രാമായണം പോലെ വേറെയില്ല. കുടുംബത്തിൽ നിന്നാണല്ലോ സ്നേഹം, സേവനം, ത്യാഗം, സഹനം, സഹകരണം, സമർപ്പണം ഒക്കെ, ഇങ്ങനെയുള്ള എല്ലാ മാനുഷികമായ നല്ല ഗുണങ്ങളും ഉണ്ടായിത്തീരുന്നതും വളർത്തുന്നതും കുടുംബത്തിൽ നിന്നാണ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ രാമായണത്തിലെ സൽകഥാപാത്രങ്ങളെല്ലാം. ദുഷ്ടകഥാപാത്രങ്ങളൊക്കെ അതിനെതിരായതും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന പോലെ വ്യക്തി സ്വാതന്ത്ര്യം, അഹങ്കാരം, ആക്രമണം, ഗുരുനിന്ദ, ഇതെല്ലാമാണ് കമ്മ്യൂണിസ്റ്റുകാർ പഠിപ്പിക്കുന്നത്. അതിനുള്ള ദുഷ്ടകഥാപാത്രങ്ങൾ രാമായണത്തിലുണ്ട്. അതിന് പകരം ഈ നല്ല സംസ്കാരത്തെ, സംസ്കാരത്തെ പുനഃസ്ഥാപിക്കുവാൻ വളർത്തുന്ന കുടുംബം എന്ന സങ്കല്പവും, കുടുംബത്തിന് വേണ്ടിയെല്ലാം സഹിക്കുന്ന, കുടുംബത്തിന് വേണ്ടിയെല്ലാം ത്യജിക്കുന്ന, കുടുംബത്തിന് വേണ്ടി സ്നേഹിക്കുന്ന, കുടുംബത്തിന് വേണ്ടി സഹകരിക്കുന്ന, ഇങ്ങനെ എല്ലാ സദ്ഗുണങ്ങളും സദ്ഗുണങ്ങളുടെയും മൂർത്തികൾ രാമായണത്തിലുണ്ട്. അപ്പോൾ നല്ല ഒരു കുടുംബജീവിതം നയിക്കാൻ എന്തൊക്കെ ഗുണങ്ങൾ വേണോ ആ ഗുണങ്ങളുടെയൊക്കെ മാതൃക രാമായണത്തിലുണ്ട് എന്നുള്ളതാണ് രാമായണം തിരഞ്ഞെടുക്കുവാൻ കാരണം. അങ്ങനെ പണ്ഡിതനെയും പാമരനെയും, സാക്ഷരനെയും നിരക്ഷരനെയും, സവർണനെയും അവർണനെയും, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും ഒന്നുപോലെ സ്വാധീനിക്കുകയും അനേകായിരം കൊല്ലങ്ങളായി ഭാരതീയ സംസ്കാരത്തെ ഉജ്ജ്വലിപ്പിച്ച് നിർത്തുകയും ചെയ്യുന്ന ഏറ്റവും വിശിഷ്ടമായ ഒരു ഗ്രന്ഥമാണ് രാമായണം എന്നുള്ളതുകൊണ്ടാണ് രാമായണത്തെ തിരഞ്ഞെടുക്കുവാനും കാരണം. അങ്ങനെയാണ് അന്ന് 1982 ഈ രാമായണ മാസം ആചരിക്കണം എന്ന ആഹ്വാനം മുഴക്കിയത്. അന്ന് തെറി വിളിച്ച കമ്മ്യൂണിസ്റ്റുകാരുടെ 2 നേതാക്കളുടെ പേര് ഞാൻ പറയാം. ഒന്ന് CPM-ലും ഒന്ന് CPI-ലും ഉള്ളതാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരിൽ ഇന്നത്തെ നേതാക്കന്മാരിൽ ഒരു മുതിർന്ന ആളാണ് പന്ന്യൻ രവീന്ദ്രൻ, CPI-യിലുള്ളതാണ്. CPM-ലുള്ള ആളാണ് സ്വരാജ്, അവരുടെ ഇടയിലുള്ള ഒരു ബുദ്ധിജീവിയാണ് എന്നൊക്കെ അവർ കണക്കാക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സ്വരാജ്, M സ്വരാജ്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇവർ 2 പേരും രാമായണ പ്രഭാഷണം നടത്തി. അതും ക്ഷേത്രങ്ങളുടെ കീഴിലുള്ള, ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ക്ഷേത്രം നടത്തിയ രാമായണ മാസാചരണത്തിൽ ഒരു സമയത്ത് പന്ന്യൻ രവീന്ദ്രൻ പ്രഭാഷകനായിരുന്നു, മറ്റൊരിക്കൽ M സ്വരാജും പ്രഭാഷകനായിരുന്നു. രാമായണം കത്തിക്കണം എന്ന് പറഞ്ഞവർക്ക് രാമായണ പ്രഭാഷണം നടത്തേണ്ടി വരുന്നു. നമുക്കറിയാം, ഇപ്പോൾ രാമായണ മാസം തുടങ്ങിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ് സുധാകരൻ, ആലപ്പുഴയിലുള്ള. അദ്ദേഹവും രാമായണ പാരായണം നടത്തുന്നത് നമ്മൾ ലൈവായിട്ട് കണ്ടിട്ടുണ്ട്.
അങ്ങനെ ഒത്തിരി പേര് CPIയിലുള്ള മറ്റൊരു നേതാവ് കൊല്ലം ജില്ല ആ ഭാഗത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹവും പതിവായി രാമായണം വായിക്കുന്നത് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ രാമനാമം ജപിച്ച് ഭാരതീയ സംസ്കാരത്തെ രാമരാമ എന്ന് ജപിച്ച് എങ്ങനെയാണോ രാക്ഷസനായ രാവണൻ സദ്ഗതിയെ പ്രാപിച്ചത്, അധർമ്മം ഉപേക്ഷിക്കേണ്ടി വന്നത്, അതുപോലെ വിഭീഷണൻ, രാക്ഷസകുലത്തിൽ ജനിച്ച വിഭീഷണൻ രാമനാമം ജപിച്ച് എങ്ങനെയാണോ മുക്തി പ്രാപിച്ചത്, അതുപോലെ കമ്മ്യൂണിസ്റ്റുകളും രാമായണം ജപിച്ച് മുക്തി പ്രാപിക്കും എന്ന് മാത്രമല്ല, ഒരു കാര്യവും കൂടി പറയാം. അന്ന് രാമായണത്തെ എതിർത്ത ആൾക്കാരുടെ മുഴുവൻ നിയന്ത്രണത്തിലുള്ള പത്രങ്ങൾ, ഇന്നത്തെ നിലയ്ക്ക് ചാനലുകൾ ഒക്കെ നാളെ മുതൽ മതേതര ചാനലും വർഗീയ ചാനലുകളും ഹിന്ദു വിരുദ്ധ ചാനലുകളും ഹിന്ദു വിരുദ്ധ പത്രങ്ങളും ഒക്കെ നാളെ മുതൽ രാമായണം അവർ എഴുതുകയോ പ്രക്ഷേപണം നടത്തുകയോ ലൈവായിട്ട് കാണിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ രാമായണമാണോ സ്വീകരിക്കപ്പെട്ടത്, RSSന്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത രാമായണ മാസമാണോ സ്വീകരിക്കപ്പെട്ടത്, ശൂദ്രമേധ സംസ്കാരമെന്നും രാമായണം കത്തിക്കണം എന്നും പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകളെയാണോ പൊതുസമൂഹം സ്വീകരിച്ചത് എന്ന് പൊതുജനങ്ങൾ ചിന്തിക്കേണ്ടതാണ്. രാമായണം നമ്മുടെ കുടുംബ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ, ധർമ്മസങ്കല്പങ്ങളെ വീണ്ടെടുക്കുവാൻ ഈ രാമായണ മാസം നമുക്ക് പ്രചോദനമാകട്ടെ. രാമായണ പഠനവും പാരായണവും നമുക്ക് അറിവും ഗുണങ്ങളും സച്ചിന്തകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ. നമസ്കാരം.